ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ 3 ചാപ്റ്റർ ഇലക്ട്രോ ഡൈനാമിക്സ് 1 എന്ന പേപ്പറിൽ കവർ ചെയ്തു അല്ലേ. ആദ്യത്തെ ചാപ്റ്റർ നമ്മുടെ വെക്ടർ അനാലിസിസ് ആയിരുന്നു, ഈ പേപ്പർ പഠിക്കാനുള്ള ടൂൾസ് ഡെവലപ്മെന്റ് ആയിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ദി ബ്രാഞ്ച് ഡീലിംഗ് വിത്ത് ചാർജ് അറ്റ് റെസ്റ്റ്. ഇലക്ട്രോ ഡൈനാമിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് വിച്ച് ഡീൽസ് വിത്ത് ചാർജ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിൽ നിൽക്കുന്ന, മോഷനിൽ അല്ലാത്ത ചാർജും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ പറയുന്ന ഭാഗമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നീട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻസൈഡ് മാറ്ററും പറഞ്ഞു അല്ലെ. അതുമായി ബന്ധപ്പെട്ട് കൂളംസ് ലോയും ഗോസസ് ലോയും ഒക്കെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു അല്ലെ. കേൾ ഓഫ് ഇയും ഡൈവേർജൻസ് ഓഫ് ഇയും പറഞ്ഞു അല്ലെ. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്നുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ആ രണ്ട് ഇക്വേഷൻസിനെ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് മാറ്ററിനകത്ത് നമ്മൾ മെയിൻലി ഡീൽ ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഡൈഇലക്ട്രിക് ആണ്. ഓക്കെ, അപ്പം എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ വരാം. ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻസൈഡ് മാറ്റർ എന്ന് ചോദിക്കാം അല്ലേ. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ മാറ്ററിനകത്ത് ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾ ഡൈഇലക്ട്രിക്കിനകത്ത് ഇക്വേഷൻസ് ആണ്. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എഫ് ഈക്വൽ ടു ഡി എസ് ഈക്വൽ ടു ക്യു എസ് എന്ന് പറഞ്ഞ അങ്ങനെ ഒന്ന് രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ആ രീതിയിൽ. പിന്നെ അതുപോലെ നമ്മൾ ബൗണ്ട് ചാർജ് എന്താണ്, ബൗണ്ട് പിന്നെ ചാർജായ വോളിയം ബൗണ്ട് ചാർജും അതുപോലെ സർഫസ് ബൗണ്ട് ചാർജും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ ബൗണ്ടറി കണ്ടീഷൻസും ഒക്കെ. അതായിരുന്നു ഫസ്റ്റത്തെ 3 ചാപ്റ്റർ. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള 4ാമത്തെ ചാപ്റ്റർ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഇലക്ട്രോഡൈനാമിക്സ് വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് സ്റ്റാറ്റിക് കറന്റ് അല്ലേ. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റഡി കറന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യാത്ത കറന്റ് ഉണ്ടാവില്ലേ അല്ലെ. ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട് എന്ന് പറഞ്ഞാൽ. സ്റ്റഡി കറന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ഫീൽഡ് ആണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയാം അല്ലെ. നമ്മുടെ ബാർ മാഗ്നറ്റ് പോലെ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉള്ള ഒരു മാഗ്നറ്റ് കാരണമുള്ള അതിന്റെ ഫോഴ്സും ഫീൽഡും ഒക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഒക്കെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ഇറ്റ് ഡീൽസ് വിത്ത് കറന്റ്, സ്റ്റഡി കറന്റ് എന്ന് പറയാം അല്ലെ. സ്റ്റഡി കറന്റിൽ ഉണ്ടാവുമ്പോൾ അതിന് ചുറ്റുമുള്ള ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അതുപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ അന്ന് അവിടെ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ഇലക്ട്രിക് ഫോഴ്സ് ആയിരുന്നു അല്ലെ. അതുപോലെ ഇവിടെ നിന്നുണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, റീജിയൻ അറൌണ്ട് എ ചാർജ് വേർ അനദർ ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ എന്ന് പറയാം. റീജിയൻ അറൌണ്ട് എ ചാർജ്, ഒരു ചാർജിന് ചുറ്റുമുള്ള റീജിയൻ വേർ അനദർ ചാർജ് ഓഫ് എനി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലെ വിച്ച് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ആ റീജിയനാണ് നമ്മൾ എന്താ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റഡി കറന്റ് ഓർ മാഗ്നറ്റിക് ഡൈപോൾ അല്ലെ. ഇനി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റിക് ഡൈപോൾ, റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റിക് ഡൈപോൾ ഓർ എ കറന്റ് ക്യാരിയിങ് ലൂപ്പ് where another magnetic dipole or current carrying loop experiences a force of attraction or repulsion എന്ന് പറയാം. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അത് രണ്ട് ആള് കാരണം ഉണ്ടാവാം. ഒന്ന് ഒരു ഡൈപോൾ കാരണം, മാഗ്നറ്റിക് ഡൈപോൾ, സിമ്പിൾ ആയിട്ട് ഒരു ബാർ മാഗ്നറ്റ് കാരണം, അല്ലെങ്കിൽ ഒരു കറന്റ് ലൂപ്പ് കാരണം. കറന്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ്, അതിലൂടെ ഒരു കോൺസ്റ്റന്റ് കറന്റ് പോകുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ ഒരു ടൈനി കറന്റ് ലൂപ്പ് എന്ന് പറയാം. അത് കാരണവും അതുപോലെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ കാരണവും എന്തുണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന് ചുറ്റുമുള്ള റീജിയൻ, അവിടെ ആ എന്തിനു ചുറ്റുമുള്ള മാഗ്നറ്റിക് ഡൈപോളിന് ചുറ്റുമോ അല്ലെങ്കിൽ ഒരു കറന്റ് ക്യാരിയിങ് ലൂപ്പിന് ചുറ്റുമോ ഉള്ള റീജിയൻ വേർ അനദർ magnetic dipole or current carrying loop experiences a force of attraction or repulsion. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ.
ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ എന്താണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താ പറഞ്ഞേ? the imaginary path along which a 1 coulomb charge is forced to move when placed in the electric field of another charge. ഒരു ചാർജ് ഉണ്ട്, അതിന് ചുറ്റും നമ്മൾ എവിടെയെങ്കിലും വേറൊരു +1 കൂളം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. ഇപ്പൊ ഒരു +q ചാർജ് കിടക്കുന്നില്ല അല്ലെ, ഇവിടെ ഒരു +q ചാർജ് ഒന്നുമില്ല. അതിന് ചുറ്റും ഞാൻ വേറൊരു 1 കൂളം ചാർജ് വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു റിപ്പൾഷൻ ഉണ്ടാവും. ആ ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ടല്ലോ, ആ ലൈൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. അതുപോലെ നമുക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് എങ്ങനെ പറയാം? ഇമാജിനറി ലൈൻസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് along which a hypothetical north pole freely moves. എങ്ങനെയാ പറഞ്ഞേ? imaginary lines in a magnetic field along which a hypothetical north pole moves. ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? imaginary lines around a charge അല്ലെങ്കിൽ in the electric field where another charge moves അല്ലെ, freely moves. നമ്മളൊരു ചാർജിന് ചുറ്റും മറ്റൊരു ചാർജ് വെച്ചാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. അത് മൂവ് ചെയ്യുന്ന ആ പാത്ത് ഉണ്ടല്ലോ, ആ ലൈൻസിനെയാണ് നമ്മൾ എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? വേർ എ ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ ഫ്രീലി മൂവ്സ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അത് സാങ്കല്പികമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ബിക്കോസ് എ മാഗ്നറ്റിക് ഡൈപോൾ കനോട്ട് ബി വി കനോട്ട് സ്പ്ലിറ്റ് ദാറ്റ് അല്ലേ. ഒരു മാഗ്നറ്റിക് ഡൈപോളിന് തരുന്നത് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉള്ള ഒരു മാഗ്നറ്റ് ഉണ്ട് തരുന്നത്, ഒരു ബാർ മാഗ്നറ്റ്. അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളൊക്കെ പഠിച്ചാണെന്ത്? ഇറ്റ് ബിക്കംസ് 2 സെപ്പറേറ്റ് മാഗ്നറ്റ്സ് അല്ലേ. വേറെ നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള 2 മാഗ്നറ്റ്സ് ആയി മാറും അല്ലേ. അതെന്ത് ചെയ്യില്ല? അത് മോണോപോൾ ആയിട്ട് നിൽക്കില്ല. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കണ്ടേ? ദർ ഈസ് നോ മാഗ്നറ്റിക് മോണോപോൾ. പ്ലസ് ചാർജ് മൈനസ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിർത്താറുള്ളത് പോലെ മാഗ്നറ്റിനെ നമുക്ക് നിർത്താൻ കഴിയില്ല. ദർ ഈസ് നോ നോർത്ത് പോൾ ആസ് എ സെപ്പറേറ്റ് ആൻഡ് സിംഗിൾ ക്വാണ്ടിറ്റി ആൻഡ് ദർ ഈസ് നോ സൗത്ത് പോൾ സെപ്പറേറ്റ് അല്ലേ. ഒരു സൗത്ത് പോളിനെയും നോർത്ത് പോളിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇഫ് യു ഡു ദാറ്റ് ഇറ്റ് ബിക്കംസ് 2 സെപ്പറേറ്റ് മാഗ്നറ്റ്സ് അല്ലേ. അതാണ്, അതുകൊണ്ടാണ് ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഒരു ചാർജ് അതിന് ചുറ്റും ഒരു +1 കൂളം വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ എന്താവും? ഒരു മാഗ്നറ്റ് ഉണ്ട്, അതിന് ചുറ്റും നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ വെച്ചു, അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലേ. അപ്പൊ നമ്മള് ഐസൊലേറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ചെയ്യാറുള്ളത്? ഒരു ലോങ് ബാർ മാഗ്നറ്റ് എടുക്കുക. അപ്പൊ അതിന്റെ നോർത്തും സൗത്തും തമ്മിൽ ഇന്ററാക്ഷൻ കുറയൂലേ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ ആയിട്ട് പറയാൻ പറ്റും. അല്ലാതെ അത് മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അത്രയൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അതിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ ക്യാപിറ്റൽ B കൊണ്ടാണ് സൂചിപ്പിക്കുക അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ക്യാപിറ്റൽ E കൊണ്ട് സൂചിപ്പിക്കില്ലേ, വെക്ടർ E. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ നമ്മൾ എന്താ പറയാ, ക്യാപിറ്റൽ B കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇറ്റ് ഈസ് ദി മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഹൈപ്പോത്തറ്റിക്കൽ നോർത്ത് പോൾ ഓഫ് യൂണിറ്റ് പോൾ സ്ട്രെങ്ത് പ്ലേസ്ഡ് ഇൻ എ പോയിന്റ്. ഓക്കെ, അതാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ ഒരു ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, അതായിരുന്നു. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ഗിവൺ ഏരിയ ഇൻ എ ഡയറക്ഷൻ നോർമൽ ടു ദ ഏരിയ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ഗിവൺ ഏരിയ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഏരിയ. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഓൾറെഡി പഠിച്ചതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ആണെച്ചാലോ ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നായിരുന്നു. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, small flux d phi can be obtained as the product of area and perpendicular component of magnetic field. അപ്പൊ എങ്ങനെ പറയാം? b cos theta എന്ന് പറയാം അല്ലേ. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് നമുക്ക് എങ്ങനെ പറയാം? phi equal to integral b dot ds എന്ന് പറയാം. ഞാൻ s ആക്കാണ്, ഏരിയനെ ഞാൻ s ആക്കുക.
ബി ഡോട്ട് ഡി എസ് എന്ന് പറയാം അല്ലേ. ഏതുപോലെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ പഠിച്ചിരുന്നു, ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറയാം. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയുമെങ്കിൽ ഇത് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാൻ ഫൈ ഇ എന്ന് പറയാം, ഇത് ഫൈ ബി എന്ന് പറയാം അല്ലെ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് വേർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ എലമെന്റ് അല്ലെ. അങ്ങനെ നമുക്ക് അതിനെ പറയാൻ പറ്റും. ആൻഡ് if integral ds equal to total area അല്ലേ, integral ds equal to total area ആണെങ്കിൽ I can write phi equal to എങ്ങനെ എഴുതാം, phi equal to b into a എന്ന് എഴുതാം അല്ലേ. ഇന്റഗ്രൽ ബി ഡോട്ട് ds ആണ് b into ഇന്റഗ്രൽ ds. അപ്പം അതിന് പകരം a കൊടുക്കണം. യൂണിഫോം കേസിൽ പറയാന്ന് വെച്ചാൽ അല്ലേ, അത് തമ്മിലുള്ള ആംഗിൾ കറക്റ്റ് 0 ഡിഗ്രി ആണെച്ചാൽ I can write phi equal to b into a, b into integral ds, b into integral ds ആണ് b into a. അല്ലെങ്കിൽ I can write b equal to phi by a എന്നും പറയാം അല്ലെ. ഇത് അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. അതായത് ഡോട്ട് ഡി എസ് ഉണ്ടല്ലോ, അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആകുമ്പോൾ, അതായത് മാഗ്നറ്റിക് ഫീൽഡും ഏരിയ എലമെന്റും ഒരേ ഡയറക്ഷനിലാവുമ്പോഴുള്ള കേസാണ് ഈ പറഞ്ഞത്. ഇത് എന്താ ഞാൻ പറഞ്ഞത്, b equal to phi by a. That means magnetic field intensity can be obtained as the flux per unit area. Magnetic field intensity അല്ലെങ്കിൽ magnetic field vector B can be obtained as the magnetic flux per unit area അല്ലേ. അതിന്റെ യൂണിറ്റ് എന്താണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ, വെബർ പെർ മീറ്റർ സ്ക്വയർ. ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്, ഏരിയ മീറ്റർ സ്ക്വയർ. ഓർ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടെസ്ല അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണെന്ത്, ടെസ്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് എന്താന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ നോർമൽ ടു ദ സർഫസ് അല്ലേ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ഈസ് മെഷേർഡ് യൂസിംഗ് ദ യൂണിറ്റ് ടെസ്ല ഓർ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, ഇനി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോർഷൻ ആണ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് ഷോർട്ട് ആൻസർ ആയിട്ട് ഇഷ്ടം പോലെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇഫ് യു പ്ലേസ് എ ചാർജ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ്, if you place a charged particle in an electromagnetic field, it experiences a force. ഏതൊക്കെ ഫോഴ്സ്, an electric force and a magnetic force. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അങ്ങനത്തെ ഒരു റീജിയനിൽ ഞാനൊരു ചാർജ് പാർട്ടിക്കിളിനെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പെർട്ടിക്കുലർ ചാർജ് പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്, an electric force and a magnetic force അല്ലേ. അപ്പൊ നമുക്ക് ലോറൻസ് ഫോഴ്സിനെ എങ്ങനെ പറയാം, ദ കമ്പൈൻഡ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഈസ് കാൾഡ് ലോറൻസ് ഫോഴ്സ് അല്ലേ. നമുക്ക് എങ്ങനെ പറയാം, ലോറൻസ് ഫോഴ്സ് എഫ് ക്യാൻ ബി ഗിവൺ ആസ് FE plus FB, where FE is the electric force, FB is the magnetic force. And we know that the electric force experienced by a charged particle Q placed in an electric field E is given by Q into E. Q charge ഉള്ള ഒരു പാർട്ടിക്കിൾ, ഒരു ചാർജ് പാർട്ടിക്കിൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, Q into E. And the magnetic force അത് എത്രയാണ്, is experienced by a charged particle placed in a magnetic field is given by Q into V cross B. Q into V cross B അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ, പ്ലസ് 2 പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണത്, മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി B. ബി ഫീൽഡിൽ ഒരു ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, വേർ വി ഈസ് ദി വെലോസിറ്റി ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ അല്ലേ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ഈസ് എ ക്രോസ് പ്രോഡക്റ്റ്. എഫും വിയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്രോസ് പ്രോഡക്റ്റ് ആണ് അല്ലേ. അതുകൊണ്ട് ഒരു വെക്ടർ പ്രോഡക്റ്റ് ആയതുകൊണ്ട് വി ഹാവ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണാൻ വി യൂസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, FLR അല്ലേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഡയറക്ഷൻ കാണാൻ പറ്റും. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ആണ് അല്ലേ. ആൻഡ്
അത് പറയുന്നതാണ്. നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പമാണ് FBI. എന്താ പറഞ്ഞ FBI കേട്ടില്ലേ അല്ലെ? FBI അല്ലെ? അപ്പം തമ്പ് എന്താണ്? തമ്പ് ഫോഴ്സ് ആണ്. ഫോർ ഫിംഗർ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുപോലെ മിഡിൽ ഫിംഗർ എന്താണ്? ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ്. ഓക്കെ, കറന്റിന്റെ ഡയറക്ഷൻ. കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. അത് തന്നെയാണ് എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോൺ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് കരുതുക, അതിന്റെ എലോങ് ആയിട്ടാണോ ഓപ്പോസിറ്റ് ആയിട്ടാണോ ഇലക്ട്രോൺ പോവുക? ഓപ്പോസിറ്റ് ആയിട്ട് പോവുക അല്ലെ? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡാണ്. ദാറ്റ് മൂവ്സ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. FBI അല്ലെ? അപ്പം തമ്പ് F ഫോഴ്സ് അല്ലെ? B അല്ലെ? ഫോർ ഫിംഗർ B മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മിഡിൽ ഫിംഗർ എന്താണ്? ഈ കറന്റ് ഓർ വെലോസിറ്റി അല്ലെ? ഡിപ്പെൻഡിങ് ഓൺ ദി ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ B മാറിയേക്കാം അല്ലെ? ഇലക്ട്രോൺ അടിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. അപ്പൊ എങ്ങനെ ഇലക്ട്രോൺ അടിച്ചാൽ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. സിമ്പിൾ ഇങ്ങനെ തന്നെ, FLR ഇങ്ങനെ തന്നെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ദ കമ്പൈൻഡ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ a charged particle placed in an electromagnetic field is given by Q into E plus Q into V cross B. അല്ലേ? So F equal to Q into E plus V cross B. അല്ലേ? ഇതിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുക അല്ലേ? The force experienced by a charged particle placed in a combined electric field and magnetic field. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ഇന്നത്തേക്ക്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ആൾ.